ഹലോ നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെലലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇനിയ ആൻഡ് റോഷൻ ഷാജി കൈലാസ്. ഹലോ. ഹലോ. ഹായ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ട്. കാരണം മലയാളത്തിലേക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പുതിയൊരു നടനെ കിട്ടുന്ന ഒരു സിനിമയാണ് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഹൗ എക്സൈറ്റഡ് യു ആർ? നല്ല എക്സൈറ്റഡ് ആണ്. അതെ, ഫസ്റ്റ് ടൈം ഒരു ഫുൾ ലെങ്ത് റോൾ ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പം എല്ലാം സെപ്റ്റംബർ 13th വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു ഡയറക്ടറുടെ മകനായിട്ട് അച്ഛന്റെ സിനിമയിലെ നായകനായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എപ്പോഴെങ്കിലും ഉള്ളിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. അച്ഛൻ ആക്ച്വലി നമ്മുടെ കരിയറിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇതുവരെയില്ല. ഫുൾ സപ്പോർട്ട് വരും, പക്ഷേ കരിയറിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഫ്രീഡമാണ്, നമ്മൾ എന്ത് ചൂസ് ചെയ്യണം. ഇപ്പം എനിക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടി, അപ്പോൾ ഒന്ന് ചെയ്ത സിനിമയാണത്. ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, ചേച്ചിനെ കുറച്ച് നാളായിട്ട് മലയാളത്തിൽ നമ്മൾ കണ്ടിട്ട്, അപ്പം ഇപ്പൊ ഒരു തിരിച്ചുവരവാണ്. സോ എന്താണ് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഇത്ര സ്പെഷ്യൽ ആകാനായിട്ടുള്ളത്? തിരിച്ചുവരവെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടായ ഒരു ബ്രേക്ക് തന്നെയാണ് ഈ ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുന്നത്. 2019 മാമാങ്കം സിനിമ റിലീസായത്. അപ്പം അതിനുശേഷം പിന്നെ 2021, 2022 ലോക്ക്ഡൗൺ കാലഘട്ടം. അപ്പോൾ അതിനുശേഷം മലയാളം സിനിമ നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു, നല്ലൊരു ക്യാരക്ടർ വന്നു, അതുകൊണ്ട് ചൂസ് ചെയ്തു. ഞാൻ പിന്നെ കൂടുതലും ചെന്നൈയിലാണ് സെറ്റിൽഡ്. അപ്പോൾ തമിഴ് സിനിമകളും മറ്റു ഭാഷ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല സിനിമകൾ വരുമ്പോൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കും മലയാളത്തിൽ. ഒരിക്കലും മറന്നു പോകരുത്. കാരണം ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയതാണ്, ഇവിടുന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഒരിക്കലും മലയാളം സിനിമ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല സിനിമകൾ വരുമ്പോൾ ഞാൻ ഭാഗമാകാറുണ്ട്. എങ്കിലും അധികം ഇനി ആക്റ്റീവ് ആയിട്ടുള്ളത് തമിഴ് ഇൻഡസ്ട്രിയിലും മറ്റ് അതർ ലാംഗ്വേജ് മൂവീസിലാണ്. സോ ഡു യു എവർ മിസ് മലയാളം? ശരിക്കും അയ്യോ എനിക്കൊരു നല്ല കഥാപാത്രം മലയാളത്തിൽ ഉണ്ടായിരുന്നു? ഇല്ല. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നല്ല കഥാപാത്രങ്ങളാണ്. അതിന് അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. പെങ്ങളില എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിന് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അയാൾ എന്ന് പറയുന്ന സിനിമയിലെ ചക്കര എന്ന് പറയുന്ന ക്യാരക്ടർ, സ്വർണ്ണക്കടുവയിലെ ലവ്ലി എന്ന് പറയുന്ന ക്യാരക്ടർ, മാമാങ്കത്തിലെ ഉണ്ണിനീലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും അഭിനയ സാധ്യതയുള്ളതും നല്ല പ്രോമിസിങ് ആയിട്ടുള്ളത് ആയതുകൊണ്ട് എനിക്കൊരിക്കലും മലയാളം മിസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാൻ കേരളത്തിൽ വരാറുണ്ട്. മൂവി മാത്രമല്ല, ഡാൻസ് ഷോസും അതുപോലെ ഈവൻസും ഫാഷൻ ഇൻഡസ്ട്രിയും ഒക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഐ ഓൾവേസ് ട്രാവൽ ടു കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം ഫോർ റിലേറ്റഡ് ടു വർക്ക്സ്. അങ്ങനെ ഇപ്പം സ്വർണ്ണക്കടുവയിലെ കാര്യം പറഞ്ഞല്ലോ. അപ്പം അതിനകത്തെ റോള് ഭയങ്കര സുന്ദരിയാണ് എന്ന് ഞാനിങ്ങനെ കേട്ടിരുന്ന തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് തോന്നുന്നു മനോജ് പിള്ള സാറ് ക്യാമറാമാൻ പുള്ളി ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ പുള്ളിയുടെ ലൈറ്റിങ്ങും ആ ടോണും ആ ഒരു പുള്ളിയുടെ വേ ഓഫ് ഒരു ആർട്ടിസ്റ്റിനെ പോർട്രേ ചെയ്യുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്. അതിലൂടെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഭംഗിയായിട്ട് എടുത്ത് കാണിച്ചത്. ആ കഥാപാത്രം അങ്ങനെ തന്നെയായിരുന്നു, ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം യെസ്. ഓൾറൈറ്റ്, നൗ കമ്മിങ് ടു യു, എന്തായിരുന്നു അച്ഛൻ്റെ ഒരു ഒപ്പീനിയൻ? അമ്മയും ഒരു വലിയ ആക്ടറാണ്. അപ്പം അമ്മയും അച്ഛനും ഒക്കെ എന്താണ് പറഞ്ഞത്? നായകനായിട്ട് ഡെബ്യൂ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിൽ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ. ആക്ച്വലി അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻവോൾവ് ചെയ്യത്തില്ല, സപ്പോർട്ട് ചെയ്യാം. അച്ഛനും അമ്മയും പറഞ്ഞ എന്ത് എക്സ്പീരിയൻസ് പറഞ്ഞു തന്നാലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒരു ക്യാരക്ടർ കിട്ടി, പോയി ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്നുള്ളതാണ്. അല്ലാണ്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും സ്ക്രിപ്റ്റ് സെലക്ഷനും ഒക്കെ അവരങ്ങനെ ഇൻവോൾവ് ആകാറേ ഇല്ല? ഇതിന്റെ പരിപാടി ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. സ്ക്രിപ്റ്റോ സിനിമയോ ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഇതിന് മുമ്പ് ഞാൻ സിനിമ താക്കോൽ എന്നൊരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ് മുരുകനങ്ങൾ. പുള്ളിയാണ് എനിക്ക് ഇതിൻ്റെ ഡയറക്ടർ ഷെബീഷ സാറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്ത് അങ്ങനെ ഒരു വൈബ് കിട്ടിയപ്പോഴത്തേക്കും പുള്ളി ഒരു ചെറിയൊരു 15 ഡേയ്സിൽ തീർക്കാൻ പറ്റുന്നൊരു സിനിമയുണ്ട്, അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി അന്ന് ചെയ്തതാണ്. അപ്പം അച്ഛനെയും അമ്മേനെയും കണ്ടുകൊണ്ട് കുഞ്ഞിലേ തൊട്ടിട്ട് സിനിമയാണ് ആഗ്രഹം? അങ്ങനെയല്ല, നമ്മൾ എന്തായാലും സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വളർന്നു വന്നത്. അപ്പൊ സിനിമയിലോട് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കും, നമുക്ക് വീട്ടിനകത്ത് സിനിമ ടോക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വീട്ടിൽ സാധാ വീട്ടുകാര്യങ്ങളും അച്ഛനമ്മയുടെ പ്രൊഫഷൻ വേറെ, വീട് വേറെ. അപ്പൊ നമ്മൾ അങ്ങനെ സിനിമ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ ഒരു സിനിമ ഫൈനലി എടുത്തത്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഇത്രയും വലിയൊരു നടിയുടെ മകനാണ്, ഇത്ര വലിയ ഡയറക്ടറുടെ മകനാണ്, ആ ഒരു പേര് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ എന്നുള്ളൊരു സംഭവം ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്, അവരുടെ വില കളയാതെ പോകണമല്ലോ. എന്റെ നല്ല ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്റെ എക്സൈറ്റ്മെന്റും ഉണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ എന്തെങ്കിലും ഉപദേശം ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല? ആനി മാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂലേ?
പോയി വൃത്തിക്കൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. വൃത്തിയൊക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ ഫൈനലി ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ചിലപ്പോൾ പുള്ളിക്കാരി കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഫിയറോ. കാരണം ഒരു മകനെ ബിഗ് സ്ക്രീനിൽ കാണുക എന്നൊക്കെ ഉള്ളത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ. അപ്പം ഹൗ ഷീ അബൌട്ട് ഇറ്റ്? സെയിം സംഭവമായിരുന്നു, പോയി ചെയ്ത് നോക്കൂ. പക്ഷെ അമ്മ ഇതൊന്നും കണ്ടിട്ടില്ല, അമ്മ അച്ഛനും സിനിമ കണ്ടിട്ടില്ല, സ്ക്രിപ്റ്റ് ഒന്നും കേട്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയുന്ന ഒരു എക്സ്പീരിയൻസുകളേ ഉള്ളൂ. അപ്പോൾ അവരും എക്സൈറ്റഡ് ആണ് 13th എന്താണ് ചെയ്തതെന്ന് കാണാനായിട്ട്. ഓക്കെ. ഇനി ഈസ് ആക്ച്വലി എ വെരി വേഴ്സറ്റൈൽ ആക്ടർ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറംകാരിയെ ചെയ്യണോ അതോ ഇനി ഒരു അൾട്രാ മോഡേൺ ഗേളിനെ ചെയ്യണോ, ബോൾഡ് വേഷങ്ങൾ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പെൺകുട്ടി, അതുപോലെ തന്നെ ഹിസ്റ്റോറിക് വേഷങ്ങൾ അല്ലേ, അങ്ങനെ പലതരത്തിലുള്ള വേഷങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അപാര കഴിവുള്ള ഒരു നടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പോലീസ് ഓഫീസർ കൂടിയിട്ടായിട്ട് വരുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് യുവർ ക്യാരക്ടർ സെലക്ഷൻ. ലൈക്ക് ഓരോ സിനിമയും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്ന ആ ഒരു കരിയർ ഗ്രാഫ് ആൻഡ് ഓൾസോ അബൌട്ട് ദ ക്യാരക്ടർ ഇൻ ദ മൂവി. അബൌട്ട് ദിസ് മൂവി ക്യാരക്ടർ ഉമാ ഹിരൺമയി എന്ന് പറയുന്ന പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത്, ASP ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബോൾഡായിട്ടുള്ള ലുക്കുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളിലെല്ലാം ഞാൻ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പം റെപ്പിറ്റേറ്റീവ് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ തമിഴിലായിരുന്നാലും വില്ലേജ് ക്യാരക്ടർ ചെയ്യുമ്പോഴും മലയാളത്തിലും ഒരുപിടി സെയിം നേച്ചറുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ ക്യാരക്ടറും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തതയുണ്ട്, മാനറിസമിലും ബോഡി ലാംഗ്വേജിലും സ്ക്രിപ്റ്റിലും. അപ്പോൾ എനിക്കങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരേ പാറ്റേണിൽ ഇങ്ങനെ ചെയ്യാൻ ഒരു താല്പര്യമില്ല. മാത്രമല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു വേഴ്സറ്റൈൽ ആക്ടർ ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് റോളും ചെയ്യണം, നായിക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കരുത്. നല്ല റോളുകൾ, അത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നാലും കെമിയോ ആയിരുന്നാലും സ്പെഷ്യൽ റോളായിരുന്നാലും അതുപോലെ ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൾട്ടി സ്റ്റാർ കാസ്റ്റ് മൂവി ആയിരുന്നാലും എല്ലാ റോളും ചെയ്യാൻ താല്പര്യപ്പെടണം. അത് ചെയ്യാൻ വരുന്ന കാര്യങ്ങൾ മിസ് ചെയ്യാതെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓരോ കഥ കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും ഇതിൽ എത്രത്തോളം എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അപ്പം ഞാനിത് എങ്ങനെ ചെയ്യണം. അപ്പോൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യും, അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പോഴും ഞാൻ എൻ്റെ കരിയറിലെ എല്ലാ ഡിസിഷൻസിലും അമ്മയച്ഛനും ഇൻവോൾവ് ആണ്. അത് കാരണം അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ്, അവരുടെ ചെറുപ്പത്തിലെ അവരുടെ താല്പര്യം കൂടിയാണ് ഞാനൊരു ആക്ടറായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അച്ഛന് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവരുടെ രണ്ടുപേരുടെ സപ്പോർട്ട് ഫുള്ളി ഉണ്ട്. ആൻഡ് ക്രിട്ടിക്കലി അവർ രണ്ടുപേരും നന്നായിട്ട് കമൻറ്റ് ചെയ്യാറുമുണ്ട്, കറക്ഷൻസ് ചെയ്തു തരാറുമുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഡിസിഷനാണ് ഫൈനലി വരുന്നതെങ്കിലും ഞാൻ അഭിപ്രായങ്ങൾ എടുക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളിലും ഞാൻ ഹാപ്പിയാണ്. തുടർന്ന് നല്ല സിനിമകൾ വരുന്നുണ്ട്. അടുത്ത് 2 സിനിമകൾ വരുന്നുണ്ട്. സീരൻ എന്ന് പറയുന്ന സിനിമ തമിഴിൽ, അത് ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. 2 ഗെറ്റപ്പ് ഉണ്ട്, 20 years ഓൾഡ് ഗേളായിട്ടും 40 years ഓൾഡ് ലേഡി ആയിട്ടും ഉണ്ട്. അപ്പം പിന്നെ സ്വീറ്റി നോട്ടി ക്രേസി എന്ന് പറയുന്ന തെലുങ്ക് സിനിമയിലും ഒരു മോഡേൺ ഗേളായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് സീരിയലിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഓരോ പടം കഴിയുമ്പോഴും ഞാൻ എന്നെ ഗ്രൂം ചെയ്യാറുണ്ട്. ലൈക്ക് ഒരു ചേഞ്ച് ഓവർ ബോഡി ലാംഗ്വേജിലും ഹെയർ സ്റ്റൈലിലും ലുക്സിലും അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈലിലും ഒക്കെ ഞാൻ ഇങ്ങനെ എന്നെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം ഇവർ പല ലുക്കിൽ എന്നെ മിററിൽ ഞാൻ കാണുമ്പം ഞാൻ തന്നെ ഐ വോണ്ട് ടു ഡു ഇറ്റ് സംതിങ് ഡിഫറെൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ പല കഥാപാത്രങ്ങൾ വരുമ്പോഴും എൻ്റേതായിട്ടൊരു ഹോം വർക്കും ഞാൻ അതിനകത്ത് ഇൻപുട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും, സാർ ഇങ്ങനെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റ് ഇതിൽ ആഡ് ചെയ്തോട്ടെ. അപ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് തരുമല്ലോ ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റോറി ഫുള്ളായിട്ട് കേട്ടിട്ട് അതിനുശേഷം എൻ്റെ കഥാപാത്രം മാത്രം ഞാൻ ഫിൽട്ടർ ചെയ്ത് സീൻസൊക്കെ ഞാൻ തന്നെ എഴുതിയെടുത്തിട്ട് ഐ വിൽ ഡെവലപ്പ് ഒരു നേച്ചറോ ഒരു മാനറിസമോ എന്തെങ്കിലുമൊക്കെ ഞാൻ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു പ്രിപ്പറേഷനും ആ ഒരു ഹോംവർക്കും കാരണം കൊണ്ടായിരിക്കണം ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമാവുന്നത്. പിന്നെ എനിക്ക് കിട്ടുന്ന റോള് ഇപ്പം ഇനിയെ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഇപ്പം ഈ പടത്തിൽ പറയുകയാണെങ്കിൽ ഷെബി സാറ് വന്നിട്ട് ഞാൻ സാറിൻ്റെ കൂടെ ചെറിയ വയസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഡയറക്ഷൻ ആൽബം ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കരിയർ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ഭാഗമായിട്ടുണ്ട്, ബാലതാരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി സിനിമ എടുക്കുമ്പോൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സിനിമ എടുക്കുമ്പോൾ ഞാൻ ഇനിയെ വിളിക്കും എന്നുള്ളത്. അപ്പം ഇതുപോലെ നല്ല ആൾക്കാർ വിളിക്കുമ്പം വന്ന് പ്രസൻറ്റ് ചെയ്യാം. എനിക്ക് നമുക്ക് നല്ല കഥാപാത്രം കിട്ടിയാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നെ ഒരുപിടി നല്ല ഡയറക്ടേഴ്സ് വിളിക്കുന്നുണ്ട്, അവരുടെ സിനിമയിലൊക്കെ ഞാൻ ഭാഗവും ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് പുറകിൽ ഇത്രയും ഒരു ഹോംവർക്ക് ഉണ്ടെന്ന് നമ്മൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ആൻ ആക്ടർ. വി ഹാവ് ടു പ്രാക്ടീസ്, വി ഹാവ് ടു പ്രിപ്പയർ എ ലോട്ട്.
ആക്ടർ ആവുന്നതും ആക്ടിങ് ചെയ്യുന്നതും ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ക്യാരക്ടർ നെയിം എന്തായിരുന്നു പറഞ്ഞത്? ഉമാ ഹിരൺമയി. ഉമാ ഹിരൺമയി. എന്താണ് ഇനിയ ചെയ്തിട്ടുള്ള മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് ഉമാ ഹിരൺമയിനെ ഡിഫറെന്റ് ആക്കി വെക്കുക? ഒന്ന് യൂണിഫോം ആദ്യമായിട്ടാണ് മലയാളത്തിലെ പോലീസ് യൂണിഫോം ഇടുന്നത്. തമിഴിൽ ചെയ്തിട്ടുണ്ട്, തമിഴിൽ ഒരു കോഫി പടത്തിൽ യൂണിഫോം ഇട്ടിട്ടുണ്ട്. റൈറ്റർ മൂവിയിലും പോലീസ് ഓഫീസറാണ്, അതിലും യൂണിഫോം ഇട്ടിട്ടുണ്ട്. ബട്ട് ഇതിലിപ്പം ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ മലയാളി ഓഡിയൻസുകൾ എന്നെ പോലീസ് യൂണിഫോമിൽ കാണാൻ പോകുന്നത്. അതെ, അതാണ് ഒരു സ്പെഷ്യൽ ഫാക്ടർ. സ്പെഷ്യൽ ഫാക്ടർ അത് തന്നെയാണ്. ഒരു ഗെറ്റപ്പും ആ ലുക്കും കാര്യങ്ങളും. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ചോദിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കഥയിലെ എല്ലാ സെക്കൻഡ് ഹാഫിൽ ഒരു സ്റ്റോറി എൻക്വയറി സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കഥാപാത്രമായിട്ട് ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു റോളായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ നൗ കമ്മിങ് ടു റൂഷൻ, എന്താണ് ഇതിനകത്തെ വേഷം? ഇതിനകത്ത് ഞാൻ ചെയ്ത ക്യാരക്ടർ മുജീബ് എന്നുള്ള ക്യാരക്ടറാണ്. ഒരു നോർമൽ ടീനേജ് സ്റ്റുഡൻറ്റും ആ പുള്ളിയുടെ ലൈഫിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാൻ കയറുന്നതാണ്. ആ കോഫി ഷോപ്പിൽ ഇവരുടെ ഈ ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ, വൈഷ്ണവ്, അബൂക്കയാണ് മെയിൻ ഓണർ ഷോപ്പിൻ്റെ. അപ്പോൾ ഇവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയും ആ ഇൻസിഡൻറ്റ് ഇവർ കവറപ്പ് ചെയ്യാനും പിന്നെ ഇവർക്ക് ആ ഇൻസിഡൻറ്റ് ചെയ്യുന്ന കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഇതേപോലെ ഇനി നേരത്തെ പറഞ്ഞ ക്യാരക്ടർ ആവാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഹോംവർക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ, ഞാൻ തുടക്കക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഒക്കെ എനിക്ക് ഓരോ ലെസൺസ് ആണ് പഠിക്കാനായിട്ടുള്ള. ഇതിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ടിപ്സ് എടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്നൊന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, വീട്ടിലുണ്ടല്ലോ അല്ലേ? ഇല്ല, വീട്ടിലങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ തന്നെ പഠിക്കണം. സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനി കുറേ കാര്യങ്ങൾ ഹി വിൽ ബി ലേണിംഗ് ഇൻ ദ പ്രോസസ്. അതെ. അപ്പം എനി റീസൺ ഈ ഒരു ഫിലിം ആദ്യത്തെ സിനിമയെ സെലക്ട് ചെയ്യാനായിട്ട്? അങ്ങനെ റീസൺ അല്ല, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ റീച്ച് ഔട്ട് ചെയ്തതാണ്. പിന്നെ ശിവചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം ഈ കഥയല്ല പറഞ്ഞത്, വേറൊരു കഥയാണ് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ അത് ഇച്ചിരി ലാഗ് വന്നപ്പോഴാണ് ഒരു 15 ഡേയ്സ് തീർക്കാൻ പറ്റും ചെറിയൊരു സിനിമയുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് വന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഒരു ടീമിന്റെ കൂടെ, അതായത് ഒരു മുഴുനീള കഥാപാത്രം ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കിനി അറിയേണ്ടത്, എല്ലാവരുടെയും ഒപ്പമുള്ള ഒരു സിനിമ? ഭയങ്കര അടിപൊളിയായിരുന്നു ആക്ച്വലി. സെറ്റ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും നെർവസ്നെസ്സും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇപ്പം സൂര്യ, വൈഷ്ണവ്, ബൂക്ക, സിനോജടൻ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്കൊക്കെ നേരത്തെ സിനിമകളുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ ഇൻപുട്സ് ഉണ്ട്. പിന്നെ ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ സെറ്റിൽ അഭിനയിക്കുകയല്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ ചെയ്തിട്ടുള്ള അച്ഛൻ്റെ കഥാപാത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇതേപോലൊരു വേഷം എനിക്ക് ചെയ്താൽ കൊള്ളാം, ബിക്കോസ് ഇപ്പോൾ ഒരു ആക്ടർ ആയല്ലോ, ഇൻ ദ ഫ്യൂച്ചർ അങ്ങനെ ഏതെങ്കിലും വേഷമൊക്കെ ഉണ്ടോ? അങ്ങനെ വേഷങ്ങളൊന്നും, പക്ഷേ അച്ഛൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ സിനിമയിലെ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടമുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയല്ലേ. എനിക്ക് അച്ഛൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും ആ സ്റ്റൈൽ അച്ഛൻ ചെയ്യുന്ന സിനിമകളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ആറാം തമ്പുരാൻ ചില സിനിമകളൊക്കെ എനിക്ക് ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അതെ. ഇനിയുടെ ഒരു കരിയറിൽ ഇപ്പം TV ചന്ദ്രൻ സർ, അതേപോലെ തന്നെ ഡോക്ടർ ബിജു, ഇവരൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റോൾസ് തന്നിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അപ്പം അവരുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്യുന്ന ഫിലിം ഡയറക്ടേഴ്സിനെക്കാളും ആർട്ടിസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് സിനിമ പഠിക്കാൻ പറ്റും. അതുമാത്രമല്ല ട്രെൻഡ് ഓരോരോ സമയത്തുണ്ടായിരുന്നു. ചിലപ്പോൾ പീരിയോഡിക്കൽ സമയത്ത് 1960 കാലഘട്ടം, 1980 കാലഘട്ടം, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റൈൽ, ജീവിതത്തിൻ്റെ രീതികൾ, അതൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ലൈക്ക് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കിട്ടുന്നത് ഈ ഓഫ് ബീറ്റ് സിനിമകൾ ചെയ്യുമ്പോഴാണ്. മാത്രമല്ല ഓഫ് ബീറ്റ് സിനിമകൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ അവാർഡുകളും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളും രണ്ടും ഞാൻ ഈക്വലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അഭിനയ സാധ്യത കൂടുതലും ആർട്ടിസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനാണ്. അപ്പോൾ ഇങ്ങനെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ അടുത്തുനിന്ന് ഒരുപാട് നോളജ് കിട്ടും. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒരു നോളജാണ്. അതുപോലെ സിനിമ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പഠിക്കുന്നത്, പിന്നെ അവരുടെ വർക്കിംഗ് സ്റ്റൈല്, നേച്ചർ ഒക്കെ. അപ്പോൾ അത് കുറച്ച് എൻ്റർലി ഒരു വേറൊരു പ്രോസസ്സാണ്. കൂടുതൽ ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പിന്നെ പേഷ്യൻസ് ഒരുപാട് വേണം. നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഹരിബറിയായിട്ട് എടുപിടി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കുറച്ച് പേഷ്യൻ്റായിട്ട് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ സീനുകളായിരുന്നാലും ചിലത് ഇപ്പം അടൂർ സാറിൻ്റെ പടങ്ങളൊക്കെ പോലെ തന്നെ ഒരുപാട് സൈലൻറ്റ് റിയാക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ ക്ഷമയോടുകൂടി ഒബ്സർവ് ചെയ്ത് ചെയ്യണം.
അപ്പം ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ദ ഡിഫറൻസ് ആക്ച്വലി. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുപോലെയുള്ള റോൾസ് ചെയ്യുമ്പോഴാണോ? എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ ആവണം എന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ക്യാരക്ടർ ചെയ്യും. അപ്പോഴേ എല്ലാ രീതിയിലുള്ള ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പം നമുക്ക് സിനിമയിൽ എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റോൾസ് ചെയ്യണം. അപ്പോഴേ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു നേച്ചറും എൻ്റെ ലുക്സൊക്കെ വെച്ചിട്ട് എനിക്ക് കൂടുതലും നാടൻ കഥാപാത്രങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബബ്ലി ആയിട്ടുള്ള ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇനി വരുന്ന സിനിമകളിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എങ്ങനെയുണ്ട് ഒരു പോലീസ് ഓഫീസറൊക്കെ ആയി വന്നിട്ട്? ആക്ച്വലി എനിക്ക് ഷൂട്ടിംഗ് വളരെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്ത ഒരു ചെറിയൊരു സിനിമയാണ്. അപ്പോൾ ഒരു 3 to 5 ഡേയ്സിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഷൂട്ടിംഗ് ഒക്കെ. അപ്പം ക്യുക്കായിരുന്നു, ലൈക്ക് പെട്ടെന്ന് സീക്വൻസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് അത്രയും അത്രയേ ഉള്ളൂ എൻ്റെ ക്യാരക്ടർ വന്നിട്ട്. അപ്പം എനിക്കൊരു ഫൺ എന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു എനർജി ഇതിനകത്തുണ്ട്. ലൈക്ക് നമ്മളിപ്പോഴും ഞാൻ ഈ ഓഫ് ബീറ്റ് സിനിമകളൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിരിക്കും. കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റിക്കാണ്ട് ചെയ്യണം, ഡയറക്ടർ വഴക്ക് പറയും, അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടാവും, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സെറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഐ ഫെൽറ്റ് വെരി ലൈവ്, എനർജറ്റിക്. പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കും അതൊരു ഭയങ്കര ഒരു വൈബ്, നേരത്തെ പറഞ്ഞ പോലെ ആ വൈബും ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ദിസ് മൂവി. ലൈക്ക് പെട്ടെന്ന് തീർന്നു. ആദ്യത്തെ ദിവസം 3-ാം ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞാണ് എൻ്റെ പോർഷൻ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞോ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഓക്കെ, ഈ സെറ്റിലേക്കും ലൊക്കേഷനിലേക്കും ഒക്കെ വരുമ്പോഴേ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം സിനിമയെ പറ്റിയിട്ട് ഇപ്പം ലൈക്ക് നമ്മൾ പറയില്ലേ ഓൺ ദ ടേബിൾ ജോബിലേക്ക് വരുമ്പം റിയാലിറ്റി ചെക്ക് വന്നപ്പോൾ ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് പറയില്ലേ, അതേപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരുന്നില്ല, പക്ഷെ ശരിക്കും ചെയ്തപ്പോൾ ഇറ്റ്സ് ദിസ് വേ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ ചെയ്യാം, ഇതങ്ങനെ ചെയ്യാം, പക്ഷേ അവിടെ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ആക്ച്വലി ഞാൻ അച്ഛൻ്റെ സിനിമ സെറ്റിലൊന്നും പോയിട്ടില്ല. അതെ, അപ്പോൾ ആ പ്രൊഫഷൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മൾ പോകാറില്ല. അപ്പോൾ ഇതിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് പരിപാടി, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ദ ലോങ് റൺ ആക്ച്വലി റോഷൻ്റെ മനസ്സിലുള്ളത് ഡിറക്ഷൻ ആണോ അതോ ആക്ടിങ് ആണോ? ഇല്ല, എനിക്ക് എല്ലാ ഫീൽഡിലും ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും. ആക്ച്വലി ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോളേജ് കഴിഞ്ഞ ഉടനെ എന്നിട്ട് ഞാൻ തീരുമാനിക്കും ഇങ്ങനെ പോകണം എന്ന്. പ്രേക്ഷകന്റെ അഭിപ്രായം കൂടെ കേട്ടിട്ട് തീർച്ചയായിട്ടും അതിനൊരു തുടക്കമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂവിന് വരാൻ നേരം വിക്കിപീഡിയയിൽ ഇനിയനെ നോക്കിയപ്പോഴാണ് അറിയുന്നത് ശ്രുതി ശ്രാവന്ത് എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. പിന്നീട് അത് ഇനിയാന്ന് മാറ്റിയായിരുന്നു. അതൊരു ഇത്രയും നല്ലൊരു പേരുണ്ടായിട്ട് എന്തുകൊണ്ട് ഇനിയാന്ന് മാറ്റിയത്? ഇല്ല, എൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ശ്രുതി സലാഹുദ്ദീൻ എന്നാണ്. സലാഹുദ്ദീൻ, ശ്രാവന്ത് അല്ല, സാവന്ത് എന്ന്. അപ്പം മോഡലിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ വന്നപ്പോൾ ഈ ശ്രുതി സലാഹുദ്ദീൻ എന്ന് പറയുന്ന പറയാനും എഴുതാനും ഒക്കെ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് ഷോർട്ട് ആക്കാം എന്നുള്ള രീതിയിലാണ്. അമ്മയുടെ പേര് സാവിത്രി എന്നാണ്. അപ്പോൾ സാവിത്ത് അല്ലെങ്കിൽ സാവന്ത് എന്ന എന്തെങ്കിലും വെക്കാമെന്നുള്ള രീതി, അങ്ങനെ വെറുതെ ചുമ്മാ ഒരു സർനെയിം വെച്ചതാണ്. പക്ഷേ ഈ സാവന്ത് എന്ന് പറയുന്നത് മഹാരാഷ്ട്രീയൻ ഫാമിലിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയുടെ പേരാണ്, അതായത് കുടുംബ പേരാണ് ഈ സാവന്ത് എന്ന് പറയുന്നത്, ഇറാഖി സാവന്ത് എന്നൊക്കെ പറയും അതുപോലെ. അപ്പം ഞാനിങ്ങനെ പിന്നെ എല്ലാവരും ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചു ബോംബെ ഗേളായിരിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർ ഗേളായിരിക്കും. പിന്നെ സിനിമയിലേക്ക് വന്നപ്പം ശ്രുതി എന്ന് പറയുന്നത് ഒരു കോമൺ നെയിമാണ്, ഒരുപാട് ശ്രുതിമാരുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയുടെ ഡയറക്ടർ സർഗുണം സാറ് പറഞ്ഞു നമുക്ക് ഈ ശ്രുതി എന്ന് പറയുന്ന പേര് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, ഞാൻ അതിലാണ് നാട്ടിലെല്ലാവർക്കും എന്നെ അറിയാമെന്നുള്ളതാണ്, പക്ഷേ വേണ്ട, ഒരുപാട് ശ്രുതിമാരുണ്ട്, എനിക്ക് ഇനിയേലും ഒരു ഭയങ്കര കാലിബർ ഞാൻ കാണുന്നുണ്ട്, യു വിൽ ബി ബിക്കമിങ് എ വെരി ബിഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ സാറിന് ഇഷ്ടമുള്ള പേര് വിളിച്ചോന്നു. അപ്പോൾ ആദ്യം സാറ് സെറ്റിൽ നിന്നിട്ട് പേര് ഞാൻ സമയമാവട്ടെ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പേര് വെക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതുവരെ എന്നെ വന്നിട്ട് അങ്ങനെ എൻ്റെ ഒറിജിനൽ പേര് തന്നെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു സെറ്റിൽ. ശ്രുതി എന്ന് പുള്ളി വിളിക്കില്ല, പുള്ളിക്ക് താല്പര്യമില്ല വിളിക്കാൻ. അപ്പോൾ പുള്ളി പാപ്പ അല്ലെങ്കിൽ ഹീറോയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുക എന്നെ. അപ്പോൾ ഈ മൂവി റിലീസാവുന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ പേര് നിനക്ക് സൂട്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനിയ എന്ന് പറയുന്ന പേര് പറഞ്ഞു. ഇനിയ മീൻസ് ഇനിപ്പ്, തമിഴിൽ മധുരം, സ്വീറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഭാരതിരാജ് സാറ് പറയുന്ന ഒരു വാചകമുണ്ട്, ഇനിയ തമിഴ് മക്കളെ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഫോണറ്റിക്കലി വന്നിട്ട് അതൊരു ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ്.
അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ സാർ ഓക്കെ വെച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അസ്ട്രോളജി നോക്കിയിട്ട് ഇന്ന് മറ്റേ സ്റ്റാർ അനുസരിച്ച് നമ്മളെ ജന്മനക്ഷത്രം അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചോന്നല്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി അങ്ങ് വെച്ചു. അപ്പം ഇൻട്രൊഡ്യൂസിങ് ഇനിയ ആസ് ഹീറോയിൻ ഇൻ വാഗേസുടവ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇംപ്രസ്സായി. പിന്നെ അതിനുശേഷം തമിഴിലൂടെയാണ് ഇനിയ എന്ന് പറയുന്ന നെയിമിലൂടെ അറിയപ്പെട്ടത്. പക്ഷെ ആ ഒരു നെയിം ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരുപാട് കരിയർ ഗ്രാഫിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ലൈക്ക് ഐ ഫീൽ ഇറ്റ് വെരി പോസിറ്റീവ് ആഫ്റ്റർ ചേഞ്ചിങ് ദ നെയിം. അപ്പോൾ അതിലെന്തോ ഒരു എന്തോ ഒരു കണക്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ എല്ലാവരും ഇനിയ എന്ന് വിളിക്കാൻ തുടങ്ങുന്നത് ഇറ്റ്സ് എ സ്വീറ്റ് നെയിം ആൻഡ് വെരി സിമ്പിൾ നെയിം, ഈസി ടു ക്യാച്ച്, ഒരു അട്രാക്ഷൻ ഉള്ള പേരാണ്. ആ റെയർ നെയിം ഓൾസോ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അതെ, കൊള്ളാം. അപ്പം എന്തായാലും ഇനിയിപ്പോൾ സെപ്റ്റംബർ 13 സിനിമ റിലീസാകാൻ പോവുകയാണ്. എന്താണ് ഒരു ഓവറോൾ ഒരു നിങ്ങൾ ഓഡിയൻസിന് ഡെലിവർ ചെയ്യാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത ഒരു ചെറിയ സിനിമയാണ്. ഒരുപാട് സ്റ്റാർസുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. യങ് ടീം അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് റുഷിനായിരുന്നാൽ റുഷിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. സൂര്യ, അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സ് ഗ്യാങ്ങുകളുള്ള ഒരു സിനിമയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറും ഒരു സ്പെഷ്യൽ റോള് പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമ ഓണത്തിന് റിലീസാവുക എന്ന് പറയുന്നത്, കാരണം നമ്മളെപ്പോലെയുള്ള താരങ്ങൾക്ക് ഏറ്റവും ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിലോ ഫെസ്റ്റിവലിലോ ഒരു സിനിമ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഓണം അവധിക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. ഫണ്ണുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലറാണ്, എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ല സിനിമയാണ്. അപ്പം തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, റൂഷൻ പറയൂ. യെസ്, ഇതൊരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള എല്ലാം ഇപ്പം ഇനീഷിച്ച് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു കുഞ്ഞു സിനിമയാണ്. ഓണത്തിന് വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഫീഡ്ബാക്ക്സ് അറിയുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരു വലിയ നടനാകട്ടെ ഡയറക്ടർ ആകട്ടെ എന്നൊക്കെ വിഷ് ചെയ്യുകയാണ്. ആൻഡ് വെയിറ്റിംഗ് ഫോർ മോർ പ്രോജക്ട്സ് ഫ്രം യുവർ സൈഡ് ആസ് വെൽ. ഇനിയിപ്പോൾ എന്താണ് വരാനിരിക്കുന്ന പ്രോജക്ട്സ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെത് തമിഴിൽ സീരൻ, തെലുങ്കിൽ സ്വീറ്റി നോട്ടി ക്രേസി, പിന്നെ കോഫി മൂവി OTTയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ മലയാളത്തിൽ ഇപ്പോൾ 2 സബ്ജക്റ്റ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് റോഷൻ പറയൂ, ഇനി സിനിമകൾ ഇങ്ങനെ വരട്ടെ. ഈ സിനിമ ഇറങ്ങിയ ആൾക്കാരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം കൂടെ വർക്ക് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഡയറക്ടറുടെ പേര് ചോദിച്ചാൽ അച്ഛൻ്റെ പേരാണോ പറയാ? അതെ, അച്ഛൻ തന്നെയാണ്. അതിനെന്തെങ്കിലും അച്ഛൻ ആണ്, അതല്ലാതെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ഷാജി കൈലാസ് ദ ഡയറക്ടർ ആയിട്ട് നോക്കും. ഞാനിപ്പോൾ ഈ സെറ്റിൽ വർക്ക് ചെയ്തപ്പോഴും അച്ഛൻ്റെ സെറ്റിൽ വർക്ക് ചെയ്ത കുറേ കൂടെ ഉള്ള കൊളീഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോറീസ് എനിക്ക് കേൾക്കാം. അച്ഛൻ്റെ സെറ്റിൽ ഇങ്ങനെയല്ല പരിപാടി. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വന്ന് വീട്ടിലൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ ഓരോ സെറ്റിൽ ഓരോ സ്റ്റോറീസൊക്കെ പറയും. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ആഗ്രഹം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും പറയുന്നു. താങ്ക് യു സോ മച്ച്.